പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമസ്കാരം. നമുക്ക് ഇന്ന് 5ാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ 4ാമത്തെ യൂണിറ്റിലെ ഇതാ ഒരു മായാലോകം എന്നൊരു ശാസ്ത്രലേഖനം പഠിച്ചാലോ? പ്രൊഫസർ എസ് ശിവദാസ് ആണ് ഈ ലേഖനം നിങ്ങൾക്കായി തയ്യാറാക്കിയിട്ടുള്ളത്. അദ്ദേഹം മലയാളത്തിലെ അറിയപ്പെടുന്ന ഒരു സാഹിത്യകാരനാണ്. പരിസ്ഥിതി വിജ്ഞാനം, നാടകം, നോവൽ, യാത്രാവിവരണം, ജീവചരിത്ര കഥകൾ, വിവർത്തനങ്ങൾ, അങ്ങനെ ശാസ്ത്ര സാഹിത്യ മേഖലയിൽ നിരവധി സംഭാവനകൾ നൽകിയിട്ടുള്ള വ്യക്തിയാണ് പ്രൊഫസർ എസ് ശിവദാസ്. നമുക്കെന്നാൽ ഇനി പാഠഭാഗത്തിലേക്ക് കടക്കാം. മണ്ണിനുള്ളിലേക്ക് നമ്മുടെ നോട്ടം അത്ര എത്താറില്ല. ഒരു ശാസ്ത്രജ്ഞൻ മണ്ണിനുള്ളിലേക്ക് നോക്കാൻ ശ്രമിച്ചതിൻ്റെ അനുഭവങ്ങൾ വിവരിക്കുന്ന ഒരു ലേഖനമാണ് ഇത്. ഇതാ ഒരു മായാലോകം. ഒരിക്കൽ ഒരു ശാസ്ത്രജ്ഞന് ഒരു കിറുക്ക് തോന്നി. ഇത്രയും ദിവസങ്ങൾ ഞാൻ മരത്തിലേക്ക് നോക്കി നടന്നു, ഇനി മണ്ണിലേക്കൊന്ന് നോക്കിയാലോ? അപ്പോൾ ഇത്രയും ദിവസം ഞാൻ മരത്തിലേക്ക് നോക്കിയാണ് നടന്നത്. അപ്പോൾ ഈ കാലയളവിൽ അദ്ദേഹം ഒരു പക്ഷി നിരീക്ഷകനായിരുന്നു. മണ്ണിലേക്ക് നോക്കുകയും ഇനി ഞാൻ മണ്ണിലേക്ക് നോക്കിയാലോ? മണ്ണൊരു മായാലോകം കണ്ടെത്തി. അതിരസകരമായ ആ കഥ കേട്ടോളൂ. അദ്ദേഹം പക്ഷികളെ നിരീക്ഷിക്കുകയായിരുന്നു, പിന്നീടാണ് മണ്ണിലേക്ക് നോക്കിയത്. മണ്ണിൽ അദ്ദേഹം ഒരു മായാലോകം കണ്ടെത്തി. അതിൻ്റെ കഥയാണ് നിങ്ങളോട് പറയുന്നത്. 100ഓളം വർഷങ്ങൾക്ക് മുമ്പാണ് ആ സംഭവം നടന്നത്. ആരായിരുന്നു ആ മിടുക്കനായ കിറുക്കൻ? ഡോക്ടർ വില്യം ബീബ്. അപ്പോൾ ആ ശാസ്ത്രജ്ഞൻ്റെ പേരാണ് ഡോക്ടർ വില്യം ബീബ്. ന്യൂയോർക്ക് സുവോളജിക്കൽ സൊസൈറ്റിയിലെ ഒരു ശാസ്ത്രജ്ഞനാണ് ഈ വില്യം ബീബ്. ബ്രസീലിലെ ഒരു കാട്ടിൽ വെച്ചാണ് അദ്ദേഹത്തിന് അങ്ങനെയൊരു വിചിത്രമായ ആശയം തോന്നിയത്. മണ്ണിലേക്ക് നോക്കാനായിട്ട് തോന്നിയത് ബ്രസീലിലെ ഒരു കാട്ടിൽ വെച്ചിട്ടാണ്. കാട്ടിൽ നിന്ന് പക്ഷികളെ ശേഖരിക്കാൻ എത്തിയതായിരുന്നു അദ്ദേഹം. അതിനായി അദ്ദേഹം കുറേ ദിവസങ്ങൾ ബ്രസീലിലെ ബെയിലം എന്ന പ്രദേശത്തെ കാട്ടിൽ കഴിഞ്ഞു. ഈ പക്ഷികളെ ശേഖരിക്കാൻ വേണ്ടി വന്നതാണ്. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ അദ്ദേഹം ബ്രസീലിലെ ബെയിലം എന്ന് പറയുന്ന കാട്ടിൽ താമസിക്കുകയുണ്ടായി. കൊടും കാട്ടിലൂടെ കാട്ടുമരങ്ങളുടെ ഇലകൾ വീണടിഞ്ഞ് കിടക്കുന്ന മണ്ണിന് മുകളിലൂടെ അദ്ദേഹം അലഞ്ഞു നടന്നു. കാട്ടരുവിയിലൂടെയും അദ്ദേഹം സഞ്ചരിച്ചു. ഇപ്പോൾ വില്യം ബീബിന് തോന്നിയ വിചിത്രമായ ആശയം എന്തായിരുന്നു? കാട്ടിലെ മണ്ണ് പരിശോധിക്കണമെന്നതായിരുന്നു വില്യം ബീബിന് തോന്നിയ വിചിത്രമായ ആശയം. അപ്പോൾ പക്ഷികളെ ശേഖരിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം വന്നത്. ഈ സമയത്താണ് ഇവിടുത്തെ മണ്ണ് കൂടി ഒന്ന് പരിശോധിച്ചാലോ എന്ന് അദ്ദേഹത്തിനൊരു ആശയം തോന്നിയത്. അപ്പോഴൊക്കെ കണ്ണ് മരത്തിലായിരുന്നു. പക്ഷികളെ കണ്ടെത്തണമെങ്കിൽ മുകളിലേക്ക് നോക്കാതെ പറ്റുമോ? അങ്ങനെ പക്ഷികളെ കണ്ടെത്തിയും തിരിച്ചറിഞ്ഞും വേണ്ടവയെ പിടിച്ചും അദ്ദേഹം ആ കാട്ടിലൂടെ ഏറെ ദൂരം സഞ്ചരിച്ചു. അങ്ങനെ പക്ഷികളെ കുറേ നോക്കി, പക്ഷികളെ കുറേ കിട്ടി. അങ്ങനെ ആ കാട്ടിലൂടെ കുറേ അദ്ദേഹം സഞ്ചരിച്ചു. അപ്പോഴൊന്നും നിലത്തേക്കൊന്നും നോക്കാൻ പോലും അദ്ദേഹത്തിന് നേരമില്ലായിരുന്നു. ഒട്ടും സമയം കിട്ടിയില്ല. പക്ഷികളെ മാത്രം നോക്കിയിരുന്നു, നിലത്തോട്ട് നോക്കിയതേയില്ല. അങ്ങനെ തിരക്കിട്ട പണി തീരാറായി. ഇനി തിരിച്ച് ന്യൂയോർക്കിലേക്ക് പോകണം. ഇപ്പോൾ അദ്ദേഹം ബ്രസീലിലെ ഒരു കാട്ടിലാണ് ഉള്ളത്. തിരിച്ച് അദ്ദേഹത്തിന് എവിടെ എത്തണം? ന്യൂയോർക്കിലേക്ക് എത്തണം. അരുവിയിലൂടെ താഴേക്ക് സഞ്ചരിക്കണം, കടലിലെത്തണം, കപ്പലിൽ കയറണം. പിന്നെ കുറേ ദിവസങ്ങൾ നീളുന്ന കപ്പൽ യാത്ര. അപ്പോഴേ ന്യൂയോർക്കിലെത്തൂ. ഇതിൽ നിന്ന് ന്യൂയോർക്കിലേക്ക് അദ്ദേഹത്തിന് പോകണം. കുറേയധികം ദൂരം സഞ്ചരിക്കാനുണ്ട്. എന്ത് ചെയ്യണം? അരുവിയിലൂടെ കടലിലെത്തണം, കടലിൽ നിന്ന് കപ്പലിൽ കയറണം. കപ്പൽ യാത്ര കുറേ ദിവസങ്ങളുള്ളതാണ്. അങ്ങനെ ദൂരം സഞ്ചരിച്ചാൽ മാത്രമേ ഇവിടെ എത്താൻ പറ്റുള്ളൂ, ന്യൂയോർക്കിലേക്ക് എത്താൻ പറ്റുകയുള്ളൂ. കപ്പലിൽ കാടില്ല, മരങ്ങളില്ല, പക്ഷികളുമില്ല. കപ്പലിൽ കാടുണ്ടാവില്ല അല്ലേ? മരങ്ങളും ഉണ്ടാവില്ല, പക്ഷികളും ഉണ്ടാവില്ല. അപ്പോൾ നേരം പോകാനായിട്ട് എന്താണ് വഴി? അതിനുള്ള ഒരു വഴിയായിരുന്നു ഈ കാട്ടുമണ്ണ് പരിശോധന. അപ്പോൾ അതിന് കടലിലൂടെ യാത്ര ചെയ്യും, കുറേ ദിവസങ്ങൾ യാത്ര ചെയ്യണം അല്ലേ? ഈ സമയത്ത് നേരം പോകാനായിട്ട് എന്ത് ചെയ്യും? അതിനു വേണ്ടിയാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്? ഈ മണ്ണ് പരിശോധിക്കാൻ തീരുമാനിക്കുന്നത്. അങ്ങനെയൊരു സംശയം എങ്ങനെയോ ആ ശാസ്ത്രജ്ഞൻ്റെ മനസ്സിൽ കയറിപ്പറ്റി. അപ്പോൾ ശാസ്ത്രജ്ഞൻ്റെ പേരെന്താണ്? വില്യം ബീബ്. ആരും മറന്നു പോകരുത് കേട്ടോ. ശാസ്ത്രജ്ഞൻ്റെ പേര് വില്യം ബീബ്. ആ സംശയത്തെ പറ്റി മറ്റാരെങ്കിലും കേട്ടിരുന്നെങ്കിൽ അത് കിറുക്കാണെന്ന് പറയുമായിരുന്നു. ഡോക്ടർ ബീബിനെ അവർ കളിയാക്കുകയും ചെയ്തേനെ. എന്നാൽ ഒരു കാര്യം അറിയണം, നല്ല ശാസ്ത്രജ്ഞന്മാർക്ക് ഇത്തരം സംശയങ്ങൾ തോന്നൂ. അപ്പം നല്ല ശാസ്ത്രജ്ഞന്മാർക്ക് മാത്രമാണ് ഇത്തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടാവുകയുള്ളൂ. അത്തരം കിറുക്കന്മാരാണ് മറ്റാരും ചോദിക്കാത്ത ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഇത്തരത്തിലുള്ള മറ്റുള്ള ആൾക്കാരാണ്
ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത്. മറ്റാരും കാണാത്തത് കണ്ടെത്തുന്നവരാണല്ലോ ശാസ്ത്രജ്ഞന്മാർ. അപ്പം ആരും ചോദിക്കാത്ത ചോദ്യങ്ങൾ ചോദിക്കുകയും മറ്റുള്ളവർ കാണാത്ത കാര്യങ്ങൾ കണ്ടെത്തി തരികയും ചെയ്യുന്ന നമ്മുടെ ശാസ്ത്രജ്ഞന്മാരാണല്ലേ. അങ്ങനെ ഒരു ആശയം മനസ്സിൽ തോന്നിയാൽ പിന്നെ മടിച്ചു നിൽക്കരുത്, ഉടൻ പ്രവർത്തിക്കണം. ഡോക്ടർ ബീബും അത് തന്നെ ചെയ്തു. അദ്ദേഹം ഒരു വലിയ ചാക്കെടുത്തു. ആ നിറയെ മണ്ണ് വാരിയിട്ടു. കാട്ടുമണ്ണാണ്, കുത്തി ഇളക്കി വാരുന്നതെന്ന് ഓർക്കണം. കാട്ടിൽ മണ്ണിന് മുകളിൽ കരിയില മെത്തയുണ്ടായിരിക്കും. കരിയിലകളുടെ അനേകം അടക്കുകൾ. അടിഭാഗത്തെ കരിയിലകൾ കുറെ ചീഞ്ഞളിഞ്ഞിരിക്കും. അഴുകിയും പൊടിഞ്ഞും മണ്ണിന് മുകളിലൊരു പാളിയായി കിടപ്പുണ്ടാകും. അതിന് താഴെയാണ് കാട്ടിലെ മേൽമണ്ണ്. അഴുകി പൊടിഞ്ഞു കിടക്കുന്ന കരിയിലയും മേൽമണ്ണുമെല്ലാം കൂടി തന്നെയാണ് ചാക്കിൽ നിറച്ചത്. ആ മൺചാക്കുമായി അദ്ദേഹം മടക്കയാത്ര തുടങ്ങി. ആദ്യം ബോട്ടിലൂടെ കടലിലെത്തി, പിന്നെ കപ്പലിലേക്ക് കയറി. മറക്കാതെ മൺചാക്കും കപ്പലിൽ കയറ്റി. അപ്പം ആ കാട്ടിൽ നിന്ന് കൊണ്ടുവന്ന മണ്ണും അദ്ദേഹം എന്ത് ചെയ്തു? മറക്കാതെ തന്നെ കപ്പലിൽ കയറ്റുകയുണ്ടായി. കപ്പലിൽ വെച്ച് അദ്ദേഹം മൺചാക്ക് തുറന്നു. കൂട്ടുകാരുമൊത്ത് മണ്ണ് പരിശോധിച്ചു. കൂട്ടുകാരോടെ കൂടിയപ്പോൾ എന്ത് ചെയ്തു? ആ മണ്ണ് അദ്ദേഹം പരിശോധിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം അത്ഭുതപ്പെട്ടു പോയി. ഇതുവരെ കാണാത്ത കുറച്ച് കാഴ്ചകൾ അദ്ദേഹം കണ്ടു. ഇത്ര കുറച്ചു മണ്ണിൽ ഇത്രയേറെ ജീവികളോ? ഒരു ചാക്ക് മണ്ണാണ് കൊണ്ടുവന്നത്. പക്ഷേ ആ കാട്ടുമണ്ണിൽ നിറയെ ജീവികളായിരുന്നു. ഏതെല്ലാം ജീവികളാണെന്നറിയാമോ? ഉറുമ്പുകൾ, ചിതലുകൾ, വണ്ടുകൾ, തേളുകൾ, പുഴുക്കൾ, മണ്ണിരകൾ, ഒച്ചുകൾ, ഇങ്ങനെ വേറെ എത്രയോ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്തത്ര നിരവധി ജീവജാലങ്ങൾ ആ മണ്ണിലുണ്ടായിരുന്നു. ഒന്നുകൂടി പറഞ്ഞു തരാം. ഉറുമ്പുണ്ടായിരുന്നു, ചിതൽ, വണ്ട്, തേള്, പുഴു, മണ്ണിര, ഒച്ച് എന്ന് വേണ്ട നിരവധി ജീവജാലങ്ങൾ ആ മണ്ണിലുണ്ടായിരുന്നു. ഈ മണ്ണിന് ജീവനുണ്ട്. അദ്ദേഹം അറിയാതെ പറഞ്ഞു, ഇത് ജീവനുള്ള മണ്ണാണ് എന്ന് വില്യം ബീബ് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ കൈവശം ഒരു വലിയ ലെൻസ് ഉണ്ടായിരുന്നു. വസ്തുക്കളെ വലുതായി കാണിക്കുന്ന ഒരു തരം ലെൻസ്. അപ്പോൾ എന്ത് ലെൻസാണ് ഉണ്ടായിരുന്നത്? ചെറിയ വസ്തുക്കളെയെല്ലാം വലുതായി കാണിക്കുന്ന ഒരു ലെൻസാണ് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നത്. അതുപയോഗിച്ച് അദ്ദേഹം കൂട്ടുകാരും മണ്ണിനെ കൂടുതൽ ശ്രദ്ധയോടെ പരിശോധിച്ചു. അപ്പോൾ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത നിരവധി ചെറിയ ജീവികളെ, കൊച്ചു കൊച്ചു ജീവികളെ അദ്ദേഹം കൂട്ടുകാരും കണ്ടു. ഓരോന്നും അതിൻ്റെ മൺതരിയെ കെട്ടിപ്പിടിച്ച് കിടക്കുന്നു, ഇളകുന്നു. മൺതരികൾക്കിടയിലൂടെ പുളഞ്ഞു നീങ്ങുന്നു. ഡോക്ടർ ബീബും കൂട്ടുകാരും അതീവ ശ്രദ്ധയോടെ അനേകം ദിവസങ്ങൾ ആ മണ്ണിനെ പരിശോധിച്ചു കൊണ്ടിരുന്നു. ഓരോ ദിവസവും അവർ പുതിയ പുതിയ ജീവികളെ കണ്ടെത്തിക്കൊണ്ടിരുന്നു. അവർ കുറേ ദിവസങ്ങൾ ഈ മണ്ണിനെ പരിശോധിച്ചു. അപ്പോൾ പുതിയ പുതിയ ജീവികളെ അവർ കണ്ടെത്തി. ഓരോ നിമിഷവും അവർ അത്ഭുതപ്പെട്ടുകൊണ്ടിരുന്നു. വിശാലമായ ലോകത്തിൽ നിന്ന് കണ്ണുകളെ മണ്ണിനുള്ളിലേക്ക് ചുരുക്കിയപ്പോൾ ഞാനൊരു മായാലോകത്തെ കണ്ടു. ഞാൻ എൻ്റെ കണ്ണുകളെ മണ്ണിനുള്ളിലേക്ക് ചുരുക്കിയപ്പോഴാണ് ഈ മായാലോകത്തെ ഞാൻ കണ്ടത്. മണ്ണിനടിയിലെ ലോകം, ഇരുട്ടിൻ്റെ ലോകം, ഇരുട്ടിൽ ഇര തേടുന്നവരുടെ ലോകം, ഇരുട്ടിൽ കൃഷി നടത്തുന്നവരുടെയും ലോകം. അവിടെ ഇലകൾ വിശാലമായ പാടങ്ങളായി മാറിയിരിക്കുന്നു. കുമിളുകൾ, ഫംഗസുകൾ കാടുകളായി വളർന്നിരിക്കുന്നു. മൺതരികൾക്കിടയിലൂടെ സൂപ്പർ ഹൈവേകൾ ഉണ്ടായിരിക്കുന്നു. അവിടെ ആരെയും അമ്പരപ്പിക്കുന്ന മിമിക്രി വീരന്മാർ അവരുടെ കലാപരിപാടികൾ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. വളരെ ചെറിയ വണ്ടുകൾ വളഞ്ഞ് ചുരുണ്ട് ചെറിയ വിത്തുകളുടെ രൂപത്തിലിരുന്ന് ശത്രുക്കളെ പറ്റിക്കുന്നു. വിത്തുകളുടെ പുറത്തെ ഡിസൈനുകൾ വരെ വണ്ടുകളുടെ പുറത്തുണ്ടാക്കിയിരിക്കുന്നു. ചെറിയ വിത്തുകളോ വണ്ടുകളുടെ രൂപത്തിലിരുന്ന് മിമിക്രി കാണിക്കുന്നു. അപ്പം ഇതെല്ലാമാണ് ഡോക്ടർ ബീബും കൂട്ടുകാരും മണ്ണിൻ്റെ അടിയിൽ കണ്ട മായാ കാഴ്ചകൾ എന്ന് പറയാം അല്ലേ നമുക്ക്. തിന്നും തിന്നപ്പെട്ടും മത്സരിച്ചും സഹകരിച്ചും ജീവിക്കുന്ന നൂറുകണക്കിന് ജീവികളുടെ ആ അത്ഭുത ലോകം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഡോക്ടർ ബീബും പുറം ലോകത്തെപ്പറ്റി മറന്നുപോയി. താനും ചുരുങ്ങി ചുരുങ്ങി ചെറുതായി മണ്ണിനുള്ളിലെ മായാലോകത്തകപ്പെട്ടതുപോലെ അദ്ദേഹത്തിന് തോന്നി. പണ്ടൊരു ആലീസ് അത്ഭുത ലോകത്തെത്തിയ കഥ കേട്ടിട്ടില്ലേ? ലൂയിസ് കരോളിൻ്റെ നോവലായിട്ടുള്ള ആലീസ് ഇൻ വണ്ടർലാൻഡ്, ആലീസിൻ്റെ അത്ഭുത ലോകം. അതുപോലെ ഒരു മായാലോകത്താണ് നമ്മുടെ ഡോക്ടർ ബീബും സംഘവും എത്തിയത്. പ്രൊഫസർ എസ് ശിവദാസിൻ്റെ മണ്ണും മനുഷ്യനും എന്ന കൃതിയിലേതാണ് ഈ പാഠഭാഗം. നമുക്കിനി ചോദ്യോത്തരങ്ങളിലേക്ക് പഠന പ്രവർത്തനങ്ങൾ നോക്കാം.
ആലീസിൻ്റെ അത്ഭുത ലോകം. പണ്ടൊരു ആലീസ് അത്ഭുത ലോകത്തെത്തിയ കഥ കേട്ടിട്ടില്ലേ? താനും ഒരു ആലീസ് ആയതുപോലെ മണ്ണിനടിയിലെ മായാലോകത്തെത്തിയ മറ്റൊരു ആലീസ്. ലൂയിസ് കരോൾ എഴുതിയ ആലീസിൻ്റെ അത്ഭുത ലോകം എന്ന നോവൽ സ്കൂൾ ലൈബ്രറിയിൽ നിന്നോ അടുത്ത വായനശാലയിൽ നിന്നോ എടുത്തു വായിക്കൂ. ആ പുസ്തകത്തെ പരിചയപ്പെടുത്തുന്ന ഒരു കുറിപ്പ് തയ്യാറാക്കി ക്ലാസ്സിൽ അവതരിപ്പിക്കൂ. ലൂയിസ് കരോൾ എഴുതിയ ഒരു ലോകപ്രസിദ്ധമായ നോവലാണ് ആലീസിൻ്റെ അത്ഭുത ലോകം. ആലീസ് ഒരു ചെറിയ പെൺകുട്ടിയായിരുന്നു. ഒരു ദിവസം അവൾ ഒരു വെളുത്ത മുയലിനെ കണ്ടു. മുയൽ ഒരവസാനമില്ലാതെ മാളത്തിലേക്ക് ഓടി. ആലീസ് അതിനെ പിന്തുടർന്നു. അവൾ അത്ഭുതങ്ങളാൽ നിറഞ്ഞ ലോകത്തെത്തി. അവിടെ സംസാരിക്കുന്ന മൃഗങ്ങളെയും വിചിത്രമായ ആളുകളെയും കണ്ടു. പൂച്ച ചിരിക്കുകയും മുയൽ വേഗത്തിൽ ഓടുകയും ചെയ്തു. ആലീസിന് ആ ലോകം വിചിത്രവും രസകരവുമായിരുന്നു. ഈ കഥ കുട്ടികളുടെ സ്വപ്ന ലോകത്തെക്കുറിച്ചാണ് പറയുന്നത്. അതിൽ വിചിത്രമായ കഥാപാത്രങ്ങളും മനോഹരമായ അനുഭവങ്ങളും ഉണ്ട്. ജീവിക്കാം പ്രകൃതിയെ നോവിക്കാതെ. ഈ ചിത്രം നോക്കൂ. ഇതിലെന്തെല്ലാം ഉണ്ട്? ഇത്തരം കാഴ്ചകൾ ഭൂമിക്കും ജീവജാലങ്ങൾക്കും ഗുണകരമാണോ? ആരെല്ലാമാണ് ഭൂമിയുടെ അവകാശികൾ? ചർച്ച ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാം. ചിത്രത്തിൽ എന്തെല്ലാം കാണുന്നുണ്ട്? പുഴ കാണുന്നുണ്ട്, കുന്ന് കാണുന്നുണ്ട്, പച്ച വിരിച്ച പാടങ്ങൾ, മരങ്ങൾ എന്നിവയെല്ലാം കാണുന്നുണ്ട് അല്ലേ? വൃക്ഷങ്ങൾ വെട്ടി നശിപ്പിച്ചിരിക്കുന്നു. മലയിടിക്കുന്ന കൂറ്റൻ JCBകൾ. ഫാക്ടറികളിൽ നിന്ന് വിഷജലം പുഴയിലേക്ക് ഒഴുകിയെത്തുന്നു. അത് പുഴയെയും കൃഷിയിടങ്ങളെയും മലിനമാക്കുന്നു. ഫാക്ടറികളിലെ വിഷപ്പുക ആകാശത്തേക്ക് ഉയരുന്നുണ്ട്. അത് വായുമലിനീകരണത്തിന് കാരണമാകുന്നു. നമ്മുടെ സുന്ദരമായ ഭൂമിയെ ഏതെല്ലാം തരത്തിലാണ് മനുഷ്യർ നശിപ്പിക്കുന്നത്? ഭൂമി മനുഷ്യൻ്റെ മാത്രമല്ല, എല്ലാ ജീവജാലങ്ങളുടെയുമാണ്. ഇനി എത്രയോ തലമുറകൾക്ക് ഇവിടെ ജീവിക്കേണ്ടതാണ്. മനുഷ്യൻ സ്വന്തം കാര്യം മാത്രം നോക്കുന്നവനായി മാറിയിരിക്കുന്നു. വായിക്കാം, കണ്ടെത്താം. ചുവടെ കൊടുത്ത പദജോഡികൾ ശ്രദ്ധിക്കൂ. അവയിൽ എന്ത് വ്യത്യാസമാണ് നിങ്ങൾക്ക് പറയാനുള്ളത്? കണ്ടു, കണ്ട, തുറന്നു, തുറന്ന, ചിന്തിച്ചു, ചിന്തിച്ച. ഇതുപോലുള്ള കൂടുതൽ പദജോഡികൾ പാഠഭാഗത്തു നിന്നും മറ്റും കണ്ടെത്തി എഴുതുക. കണ്ടു, തുറന്നു, ചിന്തിച്ചു എന്നീ പദങ്ങളൊക്കെ ഒറ്റയ്ക്ക് നിൽക്കുമ്പോഴും മറ്റ് പദങ്ങളോട് ചേർന്ന് നിൽക്കുമ്പോഴും പൂർണ്ണമായും അർത്ഥം ലഭിക്കുന്നവയാണ്. അതുകൊണ്ട് ഈ പദങ്ങൾ പൂർണ്ണക്രിയയാണ്. അതേസമയം കണ്ട, തുറന്ന, ചിന്തിച്ച എന്നിവ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ അർത്ഥം കിട്ടുന്നില്ല. മറ്റു പദങ്ങളോട് കൂടെ നിൽക്കുമ്പോൾ അതിന് അർത്ഥം കിട്ടുന്നുണ്ട്. അവയെ നമുക്ക് അപൂർണ ക്രിയ എന്ന് പറയാം. കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം കേട്ടോ. സഞ്ചരിച്ചു, സഞ്ചരിച്ച, പറന്നു, പറന്ന, പോകുന്നു, പോകുന്ന, ചാടുന്നു, ചാടുന്ന, പാടുന്നു, പാടുന്ന. ഒരു പൂർണ്ണക്രിയ പറയാം. അമ്മ നടന്നു. അത് അപൂർണക്രിയ ആകുമ്പോൾ നടന്ന അമ്മ. കുട്ടികൾ കളിക്കുന്നു. അത് പൂർണ്ണക്രിയയാണ്. അപൂർണക്രിയ ആകുമ്പോൾ കളിക്കുന്ന കുട്ടികൾ. മണ്ണറിവ്, പൊന്നറിവ്. ചില പഴഞ്ചൊല്ലുകൾ വായിക്കാം. മണ്ണറിഞ്ഞ് കൃഷി ചെയ്യണം, മണ്ണ് പൊന്നാക്കണം. ചേറ് ചോറാക്കണം, ചോറ് ചേറാക്കരുത്. മണ്ണിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഈ പഴഞ്ചൊല്ലുകൾ നമ്മോട് പറയുന്നത് എന്തെല്ലാം? പാഠഭാഗത്തു നിന്നും മണ്ണിനെക്കുറിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തി ഒരു പ്രസംഗം തയ്യാറാക്കൂ. ലോക മണ്ണുദിനം ഡിസംബർ 5 അവതരിപ്പിക്കുകയും ചെയ്യുമല്ലോ. നമുക്ക് ഒരു മാതൃക നോക്കാം. മണ്ണ് നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനമാണ്. മണ്ണറിഞ്ഞ് കൃഷി ചെയ്യണം, മണ്ണ് പൊന്നാക്കണം എന്ന പഴമകൾ നമ്മളെ ഇക്കാര്യം ഓർമ്മിപ്പിക്കുന്നു. മണ്ണിൻ്റെ ഗുണനിലവാരം അറിയാതെ കൃഷി ചെയ്താൽ മണ്ണ് നശിക്കും. അത് ഭക്ഷണ ഉൽപ്പാദനത്തെയും മനുഷ്യജീവനെയും ബാധിക്കും. ചേറ് ചോറാക്കണം, ചോറ് ചേറാക്കരുത് എന്ന പഴമ കൂടി ഓർക്കാം. നല്ല കൃഷി ചെയ്യാൻ മണ്ണ് ഉപയോഗിക്കണം. എന്നാൽ മണ്ണിൻ്റെ മൂല്യം കളയുന്നത് നമുക്ക് ദോഷമാണ്. നമുക്ക് മണ്ണ് സംരക്ഷിക്കാനും ഫലപ്രദമാക്കാനും ശ്രമിക്കാം. ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കുക, വളങ്ങൾ പാടില്ലാത്തതാക്കുക,
മണ്ണിൻ്റെ ഗുണം വർദ്ധിപ്പിക്കുക എന്നിവയാണ് നമ്മുടെ കടമ. നല്ല മണ്ണ് നമ്മുടെ ഭാവി ഉറപ്പാക്കാം. മണ്ണറിഞ്ഞ് കൃഷി ചെയ്ത് മണ്ണ് പൊന്ന് എന്ന് നമുക്ക് ജീവിതത്തിലേക്ക് കൊണ്ടുവരാം. അടുത്ത ചോദ്യം, കണ്ടറിഞ്ഞ് കേട്ടറിഞ്ഞ്. ഒരിക്കൽ ഒരു ശാസ്ത്രജ്ഞന് ഒരു കിറുക്ക് തോന്നി. ആ കിറുക്ക് മണ്ണിനെക്കുറിച്ചും മണ്ണിനടിയിലെ ജീവജാലങ്ങളെക്കുറിച്ചുമുള്ള അന്വേഷണത്തിന് വഴിതെളിച്ചു. നിങ്ങളുടെ ചുറ്റുപാടുമുള്ള മരങ്ങൾ, ചെടികൾ, പൂക്കൾ, കുളങ്ങൾ, വയൽ, പുഴ തുടങ്ങിയവയെക്കുറിച്ച് എന്തെല്ലാം അറിയാം? ഏതെങ്കിലും ഒന്നിനെക്കുറിച്ച് അന്വേഷിച്ച് കുറിപ്പ് തയ്യാറാക്കി അവതരിപ്പിക്കൂ. ഇപ്പോൾ എൻ്റെ വീടിൻ്റെ പുറകിൽ ഒരു വയലുണ്ട്. എല്ലാ ദിവസവും വൈകുന്നേരം ഞങ്ങൾ കാറ്റ് കൊള്ളാൻ വരമ്പത്ത് പോകാറുണ്ട്. ഇപ്പോൾ ധാരാളം വെള്ളമുണ്ട്. അതിനാൽ ധാരാളം മീനും പായലുമൊക്കെയുണ്ട്. പായൽ പൂവിട്ട് നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. നീലക്കുറിഞ്ഞി പൂത്തതുപോലെ. വേനൽക്കാലമാകുമ്പോൾ വെള്ളം മുഴുവൻ പറ്റും. അപ്പോൾ ധാരാളം ചേട്ടന്മാർ ഫുട്ബോൾ കളിക്കാൻ പാടത്ത് എത്താറുണ്ട്. ഈ പാടത്തിലെ പ്രവർത്തനങ്ങളെല്ലാം കഴിഞ്ഞു. നിങ്ങളിനി നല്ല രീതിയിൽ പാഠം വായിക്കണം കേട്ടോ. പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളൊരു പാഠഭാഗമാണ്. നല്ല രീതിയിൽ വായിച്ചു നോക്കണം, ക്ലാസ്സും കേൾക്കണം കേട്ടോ. ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു ക്ലാസ്സുമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.